ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ വരുന്ന മൂന്നാമതൊരു വ്യക്തി, അങ്ങനെ ഒരു മൂന്നാമതൊരു വ്യക്തി നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ശത്രുക്കളുണ്ടെങ്കിൽ അവർ ഇപ്പോൾ ഏത് സാഹചര്യത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്, നിങ്ങളുടെ പാർട്ട്ണറും അവരും തമ്മിലുള്ള ഇപ്പോഴത്തെ ഇരിപ്പ് വശം എങ്ങനെയാണ്, ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളിലേക്ക് എടുക്കുക, അല്ലാത്തത് മറ്റുള്ളവർക്കായിട്ട് കൊടുത്തേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഈ ഒരു വ്യക്തി, അത് ആരായാലും, തേർഡ് പാർട്ടി ആയാലും ആരായാലും, ഈ ഒരു വ്യക്തി അവർ വളരെ ലോവറായിട്ടുള്ളൊരു വൈബ്രേഷനിലേക്ക് പോയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇവർ പുറമേ ഒരുപക്ഷെ മറ്റുള്ളവരോടൊക്കെ ഇവർ വളരെയധികം സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ഇവരുടെ ഉള്ളിൽ വളരെയധികം സ്ട്രെങ്ത് ഉണ്ട് എന്നൊക്കെ ആ രീതിയിലുള്ള തരത്തിലുള്ള മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് ഇവർ പെരുമാറുന്നത്. അവർ വളരെ സന്തോഷത്തിലാണ് എന്നൊക്കെയാണ് ഇവർ കാണിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ സത്യം അതല്ല. ഇവർ പൂർണ്ണമായിട്ടും ഒരു ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഒറ്റപ്പെടലിൻ്റെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു എനർജിയിലാണ് അവരിപ്പോൾ ജീവിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്ന് കാണാം. പക്ഷേ ആ ഒരു മാറ്റം വളരെ നെഗറ്റീവായിട്ടുള്ള രീതിയിലായിരിക്കും ഈ ഒരു വ്യക്തിയെ ബാധിക്കുന്നത്. കാരണം ഇവിടെ ലഭിക്കുന്നത്, അല്ലെങ്കിൽ ലഭിക്കുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് കർമ്മയുടെയാണ്. ഇവർ ചെയ്ത പ്രവർത്തികൾക്കുള്ള കർമ്മ ലഭിക്കാൻ പോവുകയാണ്. ആ രീതിയിലുള്ള ഒരു എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത്. ഇവർക്ക് അനുകൂലമായിട്ട് വരും, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അനുകൂലമാകുമെന്ന് ഇവർ കരുതിയിരുന്ന പല കാര്യങ്ങളും അവരിൽ നിന്നും അവസാന നിമിഷം തട്ടിമാറി പോകുന്നതായിട്ടാണ് കാണുന്നത്. അതെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറുകയാണ്. എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെയാണ്. ചിലപ്പോൾ ഈ ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾക്കും കാണാൻ കഴിയുന്നുണ്ടാവില്ല. പക്ഷേ എനർജറ്റിക്കലി നോക്കുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ബിഹൈൻഡ് ദി സീൻസിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഡിവൈൻ ടൈമിംഗ് ആകുമ്പോഴായിരിക്കും അത് നിങ്ങളുടെ മുൻപിലും വരാൻ പോകുന്നത്. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു നിമിഷം കാണാൻ കഴിയുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്കായിട്ട് ഒന്നും നടക്കുന്നില്ല എന്നല്ല. എല്ലാ കാര്യങ്ങൾക്കും നടക്കാനായിട്ട് അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ട്. ഇപ്പോൾ നമ്മളൊരു കുഞ്ഞിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ആ ഒരു കുഞ്ഞ് അതിൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു 9 മാസം കിടന്നിട്ടായിരിക്കും അത് ഒരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞായിട്ട് വെളിയിലോട്ട് വരുന്നത്. പക്ഷേ ഈ ഒരു 9 മാസത്തിന് മുന്നെയാണ് അത് വരുന്നെങ്കിൽ അതിന് നമ്മൾ പ്രിമച്യൂർ ബേബി എന്ന് പറയും. പക്ഷെ അതിന് എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് കാണും. ഇനി അതിന് അങ്ങനെ ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു കുഞ്ഞിന് അത്രയധികം കെയർ കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും. എല്ലാ കാര്യങ്ങളും നടക്കുന്നതിന് അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ട്. നിങ്ങളുടെ കർമ്മ എല്ലാ രീതിയിലും ബാലൻസ് ആകുമ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ അലൈൻമെൻറ്റിൽ വരും. അപ്പോഴായിരിക്കും നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. പക്ഷേ അങ്ങനെ അല്ലാതെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ നടക്കണം, അല്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ അവരുടെ കർമ്മ, അവർ ചെയ്തതിനുള്ള ആ ഒരു കർമ്മ അവർക്ക് പെട്ടെന്ന് കിട്ടണം, അതെനിക്ക് കാണണം എന്നുള്ള രീതിയിലൊക്കെയാണ് നിങ്ങൾ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ രീതിയിൽ കാര്യങ്ങൾ നടക്കില്ല. കാരണം അവർക്ക് കർമ്മ കൊടുക്കുന്നതും അത് എപ്പോൾ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നുള്ളതൊക്കെ പൂർണ്ണമായിട്ടും അത് പ്രകൃതിയുടെ നിയമത്തിനനുസരിച്ചിട്ടാണ് നടക്കുന്നത്, അല്ലാതെ മനുഷ്യൻ്റെ നിയമത്തിനനുസരിച്ചിട്ടല്ല. ചില ആൾക്കാർക്കുള്ള ഒരു ഉത്തരമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കാരണം അങ്ങനെയുള്ള രീതിയിൽ കർമ്മ നോക്കിയിരിക്കുന്ന ചില വ്യക്തികളുടെ ഒരു എനർജി എനിക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. ഇതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ഈ ഒരു നിമിഷം ആഗ്രഹിക്കുന്നത്. ബാക്കി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിൽ ആവശ്യത്തിനുള്ള പൈസയുണ്ട്. ചിലർ മിഡിൽ ക്ലാസ് ഒക്കെ ആകാം. പക്ഷേ ഇപ്പോൾ ചില പ്രശ്നങ്ങളിൽ കൂടെയാണ് അവർ കടന്നു പോകുന്നത്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ കൂടെയാണ് അവർ കടന്നു പോകുന്നത്. കാരണം അത് അവരുടെ കർമ്മ കാരണം തന്നെയാണ്, അവർ ചെയ്തു കൂട്ടിയ പ്രവൃത്തികൾ കാരണം തന്നെയാണ് അവർ ഇന്ന് ഇത് നേരിടുന്നതും. അത് കാരണം തന്നെയാണ് ഈ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിള് അവരിപ്പോൾ നേരിടാൻ കാരണമാകുന്നത്. ഒന്നുമില്ലാത്ത ഒരു വ്യക്തി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർ സാമ്പത്തികമായിട്ടൊക്കെ ഉള്ള ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു വ്യക്തിയാകാം. പക്ഷേ ഇവരുടെ കർമ്മ അതാണ് ഇവർക്കിപ്പോൾ ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊടുത്തത്. പക്ഷേ ഇവരുടെ അടുത്ത് പൈസ ഉണ്ടായിരുന്ന സമയത്ത് പോലും ഇവർക്ക് വളരെയധികം അത്യാഗ്രഹമാണ്. ഇവരുടെ ആ ഒരു അത്യാഗ്രഹത്തിൻ്റെ മേലാണ് യൂണിവേഴ്സ് ഇവർക്ക് പ്രശ്നങ്ങൾ നൽകുന്നതും. അവർ നിങ്ങളുടെ അടുത്ത് ചെയ്തത് എന്ത് തന്നെ ആയാലും അത് പൈസ അവരുടെ കയ്യിൽ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയോ ഒക്കെയാണെന്നാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്.
ഇനി നിങ്ങൾ കല്യാണം കഴിച്ച വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി ആയിക്കോട്ടെ നിങ്ങളുടെ അവകാശങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ ന്യായമായിട്ടുള്ള കാര്യങ്ങളെ ന്യായത്തെ ഒക്കെ തട്ടിയെടുക്കാൻ ശ്രമിച്ചിരുന്നതായിട്ട് കാണാം, അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോൾ വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തിയാകാം, അല്ലെങ്കിൽ നല്ല ബുദ്ധിയുള്ള ഒരു വ്യക്തിയാകാം. അതായത് നിങ്ങൾ എല്ലാ കാര്യങ്ങളെയും നിങ്ങളുടെ കൺട്രോളിലാക്കും അല്ലെങ്കിൽ ചെയ്യുമോ എന്നൊക്കെയുള്ളൊരു ഭയം ഈ ഒരു വ്യക്തിയിൽ ഉണ്ടായിരുന്നു. ചിലപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്ത പോലും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല. ഇത് ഇവരുടെ ചീപ്പ് മെൻറ്റാലിറ്റിയാണ്. ആ രീതിയിൽ തന്നെയാണ് അവർ നിങ്ങളെക്കുറിച്ചും ചിന്തിച്ചത്. ഇനി നിങ്ങൾ കല്യാണം കഴിക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു വ്യക്തിയുമൊത്ത് കല്യാണം കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെയും ഈ ഒരു പൈസ, പ്രോപ്പർട്ടി, സ്റ്റാറ്റസ് ഇതൊക്കെ തന്നെയാണ് അവർ നോക്കുന്നത്. നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു മെയിലായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളുടെ പാർട്ട്ണറിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ ചുറ്റും നിൽക്കുന്ന വ്യക്തികളായിക്കോട്ടെ ഒരുപക്ഷെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം, നിങ്ങൾ ഇതുവരെയായിട്ടും ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടില്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഇവരുടെ എക്സ്പെക്റ്റേഷൻസിനൊത്ത് അല്ലെങ്കിൽ ഇവരുടെ ഫാമിലിയുടെ എക്സ്പെക്റ്റേഷൻസിനൊത്ത് നിങ്ങൾ അത്രയധികം ആയിട്ടില്ല എന്നുള്ള രീതിയിൽ ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവാം. ഈ ഒരു രീതിയിലുള്ളൊരു എനർജിയും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതായത് എല്ലാ ആൾക്കാർക്കും അവരുടെ പാർട്ട്ണറിനെ കുറിച്ച് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരിക്കും. അതായത് ഇത്രയധികം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകണം എന്നൊക്കെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരിക്കും. അതിൽ തെറ്റില്ല. അതായത് നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ജീവിക്കണമെങ്കിൽ സ്നേഹം മാത്രം പോരല്ലോ, പൈസയും സമ്പത്തും എല്ലാം വേണം. പക്ഷേ ഓവറായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ, നമുക്കൊന്നുമില്ലാഞ്ഞിട്ടും ഓവറായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ, അത് തെറ്റാണ്. അല്ല, നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു തരുന്നുണ്ട്, പക്ഷേ എന്നിട്ടും അനാവശ്യമായിട്ടുള്ള എക്സ്പെക്റ്റേഷനാണ്, ഇനിയും വേണം. അത് ഒരു തരത്തിലുള്ള അത്യാഗ്രഹമാണ്, അത് ശരിയല്ല. ആ രീതിയിലുള്ള ചിന്തകൾ വെച്ച് പുലർത്തിയ ചില വ്യക്തികളുണ്ട്. ആ വ്യക്തികൾക്കാണ് ഈ ഒരു കർമ്മ ഇപ്പോൾ ലഭിക്കുന്നത്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യക്തിയോട് നിങ്ങൾ വളരെയധികം സത്യസന്ധത പുലർത്തിയ ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു പൈസയുടെ അത്യാഗ്രഹം കാരണം അവരുടെ ഫാമിലിയോട് കൂടി ചേർന്നോ അല്ലെങ്കിൽ അവർ തന്നെ പൈസ, സ്റ്റാറ്റസ് ഇതിൻ്റെയൊക്കെ കാരണം, ഈ കാരണങ്ങളാൽ നിങ്ങളെ അവർ ഒരുപാട് വേദനിപ്പിച്ചിരുന്നതായിട്ട് അല്ലെങ്കിൽ ആ രീതിയിൽ എന്തോ ഒരു കാര്യം നടന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാകാം. ഈ തരത്തിലുള്ള എനർജീസാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ എനിക്ക് ഈ തരത്തിലുള്ള പാർട്ട്ണർ വേണം, എനിക്ക് ഇത്ര റിച്ച് ആവണം, അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയുമാകാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കണമെന്നുമില്ല. നമ്മുടെ തലയിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ അത്യാഗ്രഹം മൂത്ത് നമ്മൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് അതിൽ തന്നെ ഒരു ട്രിഗർ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കാരണം യൂണിവേഴ്സ് എപ്പോഴും നമ്മളെ ഡിറ്റാച്ച്മെൻറ്റ് പഠിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ എപ്പോഴും ഒരു കാര്യത്തിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയിലോ ഓവറായിട്ട് അറ്റാച്ച് ആയിട്ടിരിക്കാതെ ഡിറ്റാച്ച്മെൻറ്റും കൂടി പഠിപ്പിക്കാനാണ് യൂണിവേഴ്സ് പലപ്പോഴും നോക്കുന്നത്. അതായത് നമ്മൾ ഏത് കാര്യത്തിലാണോ ഓവറായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത്, എല്ലാ കാര്യത്തേക്കാൾ ഉപരിയായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്നത്, ആ ഒരു അറ്റാച്ച്മെൻറ്റിനെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് എന്നല്ല പറയുന്നത്. ഈ തരത്തിലുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അത് എവിടെയായാലും, അത് ആരായാലും, അതായത് നിങ്ങളുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ, ഈ ഒരു തേർഡ് പാർട്ടി ആയാലും ആരായാലും, അതിപ്പോൾ പൈസയോടുള്ള അറ്റാച്ച്മെൻ്റ് ആയിക്കോട്ടെ, പാർട്ട്ണറിനോടുള്ള അറ്റാച്ച്മെൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇമോഷണലി ആരോടെങ്കിലും വളരെയധികം അറ്റാച്ച്ഡ് ആകുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാൻ സാധിക്കാത്തതായിക്കോട്ടെ, അവിടെയൊക്കെയും യൂണിവേഴ്സ് ട്രിഗർ ഉണ്ടാക്കും, അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരും. ഏതെങ്കിലുമൊക്കെ രീതിയിൽ യൂണിവേഴ്സ് ആ ഒരു സിറ്റുവേഷനിൽ നിന്നോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിന്നോ ഒക്കെയും നിങ്ങളെ ഡിറ്റാച്ച് ചെയ്യിക്കുന്നതിനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതായത് ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നതിനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ നിങ്ങളുടെ പാർട്ട്ണറിനെയും ഈ പാഠങ്ങൾ പഠിപ്പിക്കുന്നതായിട്ട് കാണാം. നിങ്ങൾക്ക് ശരിയല്ലാത്ത ആ ഒരു തേർഡ് പാർട്ടി, നിങ്ങളുടെ എനർജിക്ക് ശരിയല്ലാത്ത ആ ഒരു തേർഡ് പാർട്ടിയെ, നിങ്ങളുടെ ബന്ധങ്ങൾക്ക് ശരിയല്ലാത്ത ആ ഒരു തേർഡ് പാർട്ടി ഒരുപാട് നെഗറ്റീവ് ക്രിയകൾ ചെയ്ത് നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെയോ സാമ്പത്തികപരമായിട്ടുള്ള വളർച്ചയെയും സ്പിരിച്വൽ ഗ്രോത്തിനെയും നിങ്ങളുടെ പാർട്ട്ണറിൻ്റെയോ സന്തോഷത്തെയും സമാധാനത്തെയും റിയൂണിയനെയും പലതവണ ഇവർ തടഞ്ഞു വെച്ചതായി കാണാം. ഈ തരത്തിലുള്ള അൺഹെൽത്തി ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ്സിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രം ഇതിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ സാധിക്കില്ല.
കൃത്യമായിട്ടുള്ള ആ ഒരു ഇന്നർ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് കാണാം. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങൾ ഹീലാകേണ്ടതായിട്ടുണ്ട്. അപ്പോളായിരിക്കും ഇത് സാധ്യമാകുന്നത്. ഇനി നിങ്ങൾ കൃത്യമായിട്ടുള്ള ഇന്നർ വർക്ക് ചെയ്യാതെ ഉള്ളിൽ നിന്നും ഹീല് ചെയ്യാതെ ഇരുന്നാൽ കാര്യങ്ങളിലൊക്കെയും കൂടുതൽ കാലതാമസങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരും. പിന്നെ ഒരു സമയത്ത് ഡിവൈൻ്റെയൊക്കെ ഇടപെടൽ വന്നിട്ട് ഒരു ടവർ മൂവ്മെൻ്റ് ഉണ്ടാകും. അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലുമൊക്കെ ഒരു മോശമായിട്ടുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും ഒക്കെ ആ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ട് തന്നെ വരികയും ചെയ്യും. അങ്ങനെ ചില വ്യക്തികളുടെ ജീവിതത്തിൽ നടന്നതായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നു. അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ കാണുന്നത്, നിങ്ങളുടെ പാർട്ട്ണറിനെ, ഈ ഒരു തേർഡ് പാർട്ടിയെ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനായിട്ട് യൂണിവേഴ്സ് പുഷ് ചെയ്യുന്നതായിട്ട് കാണാം. നിങ്ങൾക്ക് ഈ ഒരു തേർഡ് പാർട്ടി ശരിയല്ല എന്നുള്ള ബോധ്യം അവർക്ക് യൂണിവേഴ്സ് കൊടുക്കുന്നതായിട്ട് കാണാം. ചിലർക്ക് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു റൊമാൻറ്റിക് തേർഡ് പാർട്ടിയും ആകാം. ഈ രീതിയിലുള്ള സ്ട്രോങ് വൈബ്രേഷൻസ് ആണ് ഇവിടെ ലഭിക്കുന്നത്. അതുപോലെ ഇവിടെ ചിലരുടെ പാർട്ട്ണർ ഈ ഒരു റൊമാൻറ്റിക് തേർഡ് പാർട്ടിയുമായിട്ട് പൈസ ഇടപാടുകൾ നടത്തിയതായിട്ട് കാണാം. ഇനി നിങ്ങൾ ഫീമെയിൽ ആണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന് പുറത്ത് ആരുമായിട്ടെങ്കിലും ഒരു എക്സ്ട്രാ മെറിറ്റൽ അഫെയർ ഉണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ തെറ്റുണ്ട്, ആ ഒരു ഫീമെയിലിൻ്റെ തെറ്റുണ്ട്. പക്ഷേ ഇവിടെ ഉള്ള ഈ ഒരു മെയിൽ ഫിഗർ, ആ ഒരു മെയിൽ ഫിഗർ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും പൈസ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ളൊരു എനർജിയാണ് കാണുന്നത്. ചില വ്യക്തികളുടെ ഹസ്ബൻഡിൻ്റെയും ഒരുപാട് തെറ്റുകൾ ഉള്ളതായിട്ട് കാണാം. അത് ശരിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ആരിൽ നിന്നെങ്കിലുമൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങുമ്പോൾ, അത് പൈസ ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ അവിടെ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ് സ്റ്റാർട്ട് ആവുകയാണ് ചെയ്യുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ബൗണ്ടറീസ് ക്രോസ് ചെയ്തിട്ട് അവർക്ക് പിന്നെ അവിടെ ഒരു ബൗണ്ടറീസ് ഏതാണെന്ന് അറിയാൻ പറ്റില്ല. ആ ഒരു ബന്ധം പിന്നെ കൂടുതൽ മുന്നോട്ട് വളരുകയും ചെയ്യും. അവിടെയും ബ്ലാക്ക് മെയിലിംഗ് നടക്കുന്നതിൻ്റെ സാധ്യതകൾ കാണാം. ചിലപ്പോൾ ഇതിനകം ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ബ്ലാക്ക് മെയിലിംഗ് ചെയ്തുകൊണ്ടിരിക്കാം. ഈ രീതിയിലുള്ള എനർജീസ് ആണ് ഇവിടെ കാണുന്നത്. ഈ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ തന്നെ കർമ്മ കാരണമാകാം, അല്ല എന്നുണ്ടെങ്കിൽ ഈ തേർഡ് പാർട്ടിയുടെ കർമ്മയുമാകാം. ഈ രീതിയിലുള്ള സ്ട്രോങ് വൈബ്രേഷൻസ് ആണ് ഇവിടെ ലഭിക്കുന്നത്. ചതിക്കുന്നതായിട്ട്, കള്ളം പറയുന്നതായിട്ട്, ഇങ്ങനെയൊക്കെയുള്ള എനർജീസ് കാണാം. അതായത് ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പോഴും നിങ്ങളുടെ പാർട്ട്ണറിനോട് ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ട് അവരെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ നിന്നും ഡിവോഴ്സ് എടുക്കുന്നതിനായിട്ട് അവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ ആ രീതിയിലുള്ള നിങ്ങളുടെ ബന്ധത്തിൽ അകൽച്ച വരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നതിനായിട്ട് അവരെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ, തെറ്റുകൾ, കുറവുകൾ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തി നിനക്ക് നല്ലതല്ല എന്നുള്ള രീതിയിൽ ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പാർട്ട്ണറിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങളെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കിട്ടും, നിങ്ങൾ അവർക്ക് വില കൊടുക്കുന്നില്ലല്ലോ, ആ ഒരു രീതിയിലൊക്കെ തെറ്റായ ധാരണകൾ അവരുടെ മുന്നിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ കളഞ്ഞിട്ട് നീ മുന്നോട്ട് പോകൂ, നിനക്ക് ഇതിലും നല്ലത് കിട്ടും, ഈ ഒരു രീതിയിലൊക്കെ ഓപ്ഷൻസ്, സജഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു എന്നുള്ള രീതിയിലുള്ള കഥകൾ ഇപ്പോഴും നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ചെവിയിൽ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ അവരെന്തുകൊണ്ട് ഇപ്പോഴും ആ ഒരു പഴയ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ എനർജിയിൽ ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. പാസ്റ്റിൽ നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങൾക്ക് നല്ലതായിരുന്നില്ല. ആ ഒരു സമയത്ത് ഈ ഒരു തേർഡ് പാർട്ടി പറഞ്ഞതൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ പാർട്ട്ണറും അവരെ സപ്പോർട്ട് ചെയ്തിരുന്നു, അല്ലെങ്കിൽ അത് മനസ്സിൽ വെച്ചിട്ട് നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിക്കും വളരെയധികം സന്തോഷമൊക്കെ തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി പ്രതീക്ഷിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും നടക്കുന്നില്ല. അതുകൊണ്ടാണ് അവരിപ്പോഴും അതേ കഥ, നിങ്ങൾ ചെയ്തതും ചെയ്യാത്തതും നിങ്ങൾ ഒരിക്കൽ പോലും അറിഞ്ഞിട്ടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് കഥകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ചെവിയിൽ ഇപ്പോഴും പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ എനർജിയിൽ ഒരു മാറ്റം സംഭവിക്കുകയാണ് ചെയ്തത്. അതായത് നിങ്ങളുടെ പാർട്ട്ണർ മറ്റൊരു എനർജിയിലേക്ക് ഷിഫ്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. ഈ ഒരു വ്യക്തി നിങ്ങളുമൊത്ത് കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. നോ കോണ്ടാക്റ്റിലൊക്കെ ആണെങ്കിൽ വീണ്ടും നിങ്ങളുമൊത്ത് റീകണക്റ്റ് ആകാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ബാലൻസ് ആക്കാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി വീണ്ടും നിങ്ങളുടെ പാർട്ട്ണറുടെ മനസ്സിൽ ഓരോ കാര്യങ്ങളും വീണ്ടും വീണ്ടും കൊണ്ടുവരാനായിട്ടും ശ്രമിക്കുന്നുണ്ട്. സെയിം കാര്യങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്.
ഇവർക്ക് കർമ്മ ലഭിക്കുകയാണ്. കർമ്മ ലഭിക്കുമ്പോഴും ഇവർ ഈ ഒരു തേർഡ് പാർട്ടി ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു തേർഡ് പാർട്ടിയിൽ യാതൊരുവിധ മാറ്റവും വരുന്നില്ല. ഈ ഒരു തേർഡ് പാർട്ടി നന്നാവുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയല്ല. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഇന്നർ വർക്ക് ചെയ്തുകൊണ്ട് കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്തുകൊണ്ട് നിങ്ങളെ ഹീൽ ചെയ്യേണ്ടതായിട്ട് തന്നെ വരും. അതുപോലെ ഇവർക്കുള്ള ജഡ്ജ്മെൻറ്റ് യൂണിവേഴ്സിൽ നിന്ന് തന്നെയായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത്. നന്നാവാനായിട്ട് ഈ ഒരു തേർഡ് പാർട്ടിക്ക് ഒരുപാട് അവസരങ്ങൾ യൂണിവേഴ്സ് നൽകിയിരുന്നു, പക്ഷേ ഇവർ നന്നായില്ല. ഇപ്പോൾ ഇവർക്ക് കർമ്മ ലഭിക്കുകയാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള കർമ്മ ലഭിക്കുകയാണ് എന്നാണ് കാണുന്നത്. അതുപോലെ മറ്റൊരു കാര്യം, ഈ ഒരു തേർഡ് പാർട്ടി ആഗ്രഹിച്ചിരുന്ന പൈസ, പ്രോപ്പർട്ടി ഒന്നും തന്നെ ഇവർക്ക് ലഭിക്കുകയില്ല. ഭാവിയിലും അവർക്കത് ലഭിക്കുകയില്ല. ഈ രീതിയിലുള്ള സ്ട്രോങ് വൈബ്രേഷൻസ് ലഭിക്കുന്നുണ്ട്. ഇവരെന്താണോ ചെയ്തു കൂട്ടിയത് അത് അവർക്ക് തന്നെ, അതേ കാര്യം അവർക്ക് തന്നെ തിരിച്ചടിയാവുന്നതായിട്ട് അല്ലെങ്കിൽ അവർക്ക് തന്നെ അനുഭവിക്കേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത്. ഈഗോ ക്ലാഷസ് ഉണ്ടാവുന്നുണ്ട്. ഇവരാരോടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് രഹസ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ പുറത്തായി. ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പുറത്തായി ഇവരുടെ ഇമേജ് തന്നെ മോശമാകുന്നതായിട്ട് കാണാം. ഇനി ആ പുറത്തായ കാര്യങ്ങൾ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ സ്ഥാപിക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ഇമേജ് രക്ഷപ്പെടുത്താനായിട്ട് ഇവരിപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ അവർ ശരിയാണെന്ന് സ്ഥാപിക്കുന്നതിനായിട്ട് വീണ്ടും നിങ്ങളെക്കുറിച്ച് മോശം പറയുകയാണ് ഇവർ. അങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ കാണാം. നോക്കൂ, നിങ്ങളെക്കുറിച്ച് ആര് മോശമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് പറഞ്ഞു വരുത്തിയാലും, നിങ്ങളുടെ കർമ്മയായാലും നിങ്ങളുടെ സത്യസന്ധതയായാലും അതൊന്നും തന്നെ നിങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ഇതെല്ലാം ആ ഒരു ശക്തി കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്കുള്ള നീതിയും ന്യായവും ഒക്കെ അവിടെ നിന്നാണ് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ വളരെ കാലമായിട്ട് കാത്തിരിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ആവുക തന്നെ ചെയ്യും. പക്ഷെ അതിന് നിങ്ങൾക്കും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അതായത് എനിക്ക് തീർച്ചയായിട്ടും എനിക്കൊരു ജസ്റ്റിസ് ലഭിക്കും, അതുപോലെ എനിക്ക് അനുകൂലമായിട്ട് കാര്യങ്ങളെല്ലാം സംഭവിക്കും, ഡിവൈൻ എൻ്റെ കൂടെയാണുള്ളത്, ഞാൻ യാതൊരുവിധ തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ കർമ്മവും നല്ലതാണ്, ഞാൻ സത്യസന്ധനുമൊക്കെയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തതിനുള്ള കർമ്മ മാത്രമാണ് എനിക്ക് ലഭിക്കുന്നത്. ആരെന്തൊക്കെ പറഞ്ഞാലും ഡിവൈൻ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഈ രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ടതുണ്ട്. കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾ ശരിയാണ് എന്നുള്ളത്, പക്ഷെ നിങ്ങളുടെ ചുറ്റും നടന്നത് നിങ്ങൾക്ക് ശരിയായിട്ടുള്ളതല്ല. പക്ഷെ അതിൻ്റെ അർത്ഥം നിങ്ങൾ തെറ്റെന്നല്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ സൈഡ് ശരിയായതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ നിയമം അനുസരിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും മാനിഫെസ്റ്റ് ആകും. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. ഇങ്ങനെയൊക്കെ വേണം നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ പതിയെ പതിയെ നിങ്ങളുടെ ചുറ്റുമുള്ള എനർജിയിൽ ഒരു മാറ്റം സംഭവിച്ചിട്ട് കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ടുള്ള വേയിൽ നടക്കുക തന്നെ ചെയ്യും. ഓൾറെഡി ആ ഒരു മാറ്റം ഇവിടെ സംഭവിച്ചിട്ടുമുണ്ട്. കാരണം എനിക്ക് ഇവിടെ ആ ഒരു എനർജിയിലുള്ള മാറ്റം, നിങ്ങളുടെ ചുറ്റുമുള്ള ആ ഒരു എനർജിയിലെ മാറ്റം അറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ചില വ്യക്തികളുടെ കേസിൽ സ്ലോലി, വളരെ സാവധാനമാണ് ഈ ഒരു എനർജിയിൽ ഷിഫ്റ്റ് ഉണ്ടാകുന്നത്. നോ കോണ്ടാക്റ്റിലൊക്കെ ഇരിക്കുന്ന വ്യക്തികളുടെ ഇടയിൽ, അതായത് പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ, നിങ്ങളുടെ ചില വ്യക്തികളുടെ പാർട്ട്നേഴ്സ് വളരെയധികം ഇംപേഷ്യൻ്റ് ആയിട്ട്, അവർക്ക് കാത്തിരിക്കാൻ താല്പര്യമില്ലാത്ത രീതിയിൽ പെട്ടെന്ന് നിങ്ങളെ കാണണം, കാര്യങ്ങളൊക്കെ ശരിയാക്കണം എന്നുള്ള രീതിയിൽ കാണുന്നുണ്ട്. പക്ഷേ ചില വ്യക്തികളുടെ കേസിൽ അവർക്കിപ്പോഴും ഈഗോയാണ്. ഈഗോ എന്ന് പറയുമ്പോൾ അവർക്കറിയാം നിങ്ങളായിരുന്നു ശരിയെന്ന്, പക്ഷേ അവർക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരു മടി. ആ ഒരു രീതിയിലാണ് കാണുന്നത്. ഈ ഒരു സ്ഥലത്ത് നിങ്ങൾക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. കാരണം നിങ്ങൾ അവരുടെ എനർജിയിൽ നിൽക്കേണ്ടതായിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി, നിങ്ങളെ ഫോക്കസ് ചെയ്ത്, നിങ്ങളിൽ ഇന്നർ വർക്ക് ചെയ്ത്, നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുക. അവരുടെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക പോലും വേണ്ട. കാരണം അവർ നിങ്ങൾക്കുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വരും. അവരുടെ ഈഗോയൊക്കെ വിട്ടിട്ട് അവർ വരും. പക്ഷേ അനാവശ്യമായിട്ട് നിങ്ങൾ അങ്ങോട്ട് ചെയ്ത് പോവാതെ ഇരിക്കുക. കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾ യാതൊരുവിധ തെറ്റും ചെയ്തിട്ടില്ല എന്ന്. ഈവൻ ഈ ഒരു തേർഡ് പാർട്ടി തെറ്റായിരുന്നു എന്ന് നിങ്ങളുടെ പാർട്ട്ണറിനും ഇപ്പോഴും മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു പാർട്ട്ണറിനും ചില പ്രോബ്ലംസ് അവർ കടന്നു പോകുന്നുണ്ട്. അത് ചിലപ്പോൾ അവരുടെ കർമ്മയാകാം. എന്തു തന്നെയായാലും അത് അവരുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടാകാം, അല്ലെങ്കിൽ അവരുടെ ജോബ് റിലേറ്റഡ് ആകാം, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി തന്നെ ആകാം.
അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ കാരണവുമാണ് ചില വ്യക്തികളുടെ പാർട്ട്ണർ ഇങ്ങനെ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിലും വരാതെ ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു പാർട്ട്ണറിന് തോന്നുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് നേരെ ആയെങ്കിൽ, നല്ലൊരു ദിശയിലോട്ട് പോയെങ്കിൽ എനിക്ക് കോൺഫിഡൻസോടുകൂടി ഈ ഒരു തേർഡ് പാർട്ടിയുടെ മുമ്പിൽ സ്റ്റാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നിൽക്കാം എന്നുള്ള രീതിയിലും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്ക് വരാനും മടിയുണ്ട്, ഒരുപക്ഷെ പേടിയാകാം. ചില വ്യക്തികളുടെ പാർട്ട്ണറിൻ്റെ മനസ്സിൽ ഈ തരത്തിലുള്ള ചിന്തകൾ കടന്നു പോകുന്നുണ്ട്. ഈ രീതിയിൽ ചിന്തിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും അവർ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തേർഡ് പാർട്ടിയുടെ മുമ്പിൽ നിൽക്കും, വളരെ കോൺഫിഡൻസോടുകൂടി നിൽക്കും. നിങ്ങൾ അതിനായിട്ട് കാത്തിരിക്കുക. പക്ഷേ നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്തുകൊണ്ട് അവരിൽ നിങ്ങളുടെ എനർജി നൽകാതെ, അവരെ ചേസ് ചെയ്തു പോകാതെ, നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങളിൽ ഇന്നർ വർക്ക് നൽകിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.